ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ് ഗവർണൻസ് ഇസ് ദ കാഷ്വാലിറ്റി ഇൻ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ CM ആൻഡ് LG ഇൻ ഡൽഹി. നമുക്കറിയാം ചീഫ് മിനിസ്റ്റർ, ഡൽഹിയിലെ ചീഫ് മിനിസ്റ്റർ ആം ആദ്മി പാർട്ടിയുടെ ചീഫ് മിനിസ്റ്ററാണ് അരവിന്ദ് കെജ്രിവാൾ. അതുപോലെ തന്നെ ലഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം പവേഴ്സുള്ള പൊസിഷനാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ ഇൻ യൂണിയൻ ടെറിട്ടറി, എസ്പെഷ്യലി ഈ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനാരിയോ ആണ് ഇവർ തമ്മിലുള്ള ഹാർമണി എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ഹാർമണി, ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷണറി ആയിട്ടുള്ള ഗവർണർ, ലഫ്റ്റനൻറ്റ് ഗവർണർ, അതുപോലെ തന്നെ ഇലക്റ്റഡ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഒരു സ്മൂത്ത് ഗവർണൻസിന്, ഒരു ഫ്ലോലെസ് ഗവർണൻസിനെ ഉണ്ടാക്കുന്നത്. അത് ഈ പറയുന്ന പ്രശ്നങ്ങൾ കാരണം നിന്നു പോവുകയാണെന്നാണ് ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞത്. ഗവർണൻസ് ഇസ് ദ കാഷ്വാലിറ്റി ഇൻ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ CM ആൻഡ് LG ഇൻ ഡൽഹി. അപ്പോൾ നമുക്കറിയാം ലഫ്റ്റനൻറ്റ് ഗവർണറിന് ഡൽഹിയിൽ പ്രത്യേകിച്ച് കൂടുതൽ പവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഭരണ വിഷയങ്ങളിലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടി വരികയാണ്. നമുക്കറിയാം ഇപ്പോൾ സ്റ്റേറ്റ്സിലാണെങ്കിലും, ഇപ്പം കേരളത്തിൽ ഗവർണർ, അതുപോലെ തന്നെ ഇലക്റ്റഡ് ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തമിഴ്നാട്ടിൽ രവി എന്ന ഗവർണറും അതുപോലെ തന്നെ സ്റ്റാലിനും തമ്മിൽ ഇന്നലെ നടന്ന പ്രസംഗത്തിൽ നടന്ന ടെക്സ്റ്റുകൾ ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നടന്നിരുന്നു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ ഇതുപോലെ ഗവർണറും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് ആക്ച്വലി എന്തിനെ ബാധിക്കുന്നുണ്ട്? നല്ല ഗവർണൻസിനെയും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനെയും ബാധിക്കുന്നുണ്ട്. The victory of the Aam Aadmi Party in the recent Municipal Corporation of Delhi elections has added a fresh backdrop to the unceasing phase between the Lieutenant Governor and the National Capital Territory and elected government. അപ്പോൾ നമുക്കറിയാം ഇവർ തമ്മിലുള്ള അൺസീസിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഒരിക്കലും തീരാത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ അതുപോലെ തന്നെ ഡൽഹി ഗവൺമെൻറ്റും തമ്മിലുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം വെച്ചാൽ the most recent flashpoint between Chief Minister and Arvind Kejriwal, Lieutenant Governor Vinay Kumar Saxena came ahead of the January 6 election of the mayor and deputy mayor of MCD, when Mr. Saxena appointed the 10 aldermen and a BJP councillor to preside over the polls. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇപ്പോൾ റീസെൻ്റ് പ്രശ്നം എന്ന് പറയുന്നത് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഗവർണർ ആ പറയുന്ന പ്രോട്ടോക്കോൾ തെറ്റിച്ചു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കം തെറ്റിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ മിസ്റ്റർ സക്സേന, അതാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ, ഹാഡ് ബൈപാസ്ഡ് ദി ട്രഡീഷൻ ഓഫ് അപ്പോയിൻറ്റിംഗ് ദ സീനിയർ മോസ്റ്റ് കൗൺസിലർ എസ് എ പ്രിസൈഡിംഗ് ഓഫീസർ. ആ ട്രഡീഷൻ എന്ന് പറയുന്നത് സീനിയർ മോസ്റ്റ് കൗൺസിലറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരുന്നു, അത് ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എലിഗേഷൻസ് വരുന്നു. അപ്പോൾ the party has pointed out that the Lieutenant Governor is ignoring the Council of Ministers and issuing orders to the bureaucracy directly on all matters regardless of the division of power established by the Supreme Court between the two entities. അപ്പോൾ there is a clear division of power ഉണ്ടാവണം. പക്ഷേ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരിക്കുന്ന ലഫ്റ്റനൻറ്റ് ഗവർണർ തന്നെ ഡയറക്റ്റ്ലി ബ്യൂറോക്രസി, ഇപ്പോൾ പോലീസ് പോലുള്ള ഫോഴ്സിനെ ഡയറക്റ്റ്ലി തീരുമാനിക്കാൻ വേണ്ടി ഓർഡറുകൾ ഇഷ്യൂ ചെയ്യുകയാണ്. അതിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഇടപെടിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. ടെക്നിക്കലി ദ ലഫ്റ്റനൻറ്റ് ഗവർണർ ഹാസ് എക്സിക്യൂട്ടീവ് കൺട്രോൾ ഓവർ ദ 3 അൺറിസർവ്ഡ് സബ്ജക്ട്സ് ഓഫ് പോലീസ്, പബ്ലിക് ഓർഡർ ആൻഡ് ലാൻഡ്. പബ്ലിക് ഓർഡറിലും പോലീസിലും ലാൻഡ് എന്ന് പറഞ്ഞ 3 വിഷയത്തിൽ ഡൽഹി എസ്പെഷ്യലി എന്തുണ്ട്, ലഫ്റ്റനൻറ്റ് ഗവർണറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓൾ ദി അതർ സബ്ജക്ട്സ്, ബാക്കി എല്ലാ സബ്ജക്ട്സും പവർ എവിടെയാണ്? ഇലക്റ്റഡ് ഗവൺമെൻറ്റിനാണ്. ബട്ട് ബൈ വെർച്യൂ ഓഫ് ബീങ് ഇൻ കൺട്രോൾ ഓഫ് ദി ബ്യൂറോക്രസി, exercising power to transfer, suspend or take any action against any employee of the Delhi government, the Lieutenant Governor's authority extends beyond those. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ലഫ്റ്റനൻറ്റ് ഗവർണറിൻ്റെ പവേഴ്സാണ് പറയുന്നത്. ഇപ്പോൾ ലാൻഡ്, പബ്ലിക് ഓർഡർ, അതുപോലെ തന്നെ പോലീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സബ്ജക്ട്സ് ലഫ്റ്റനൻറ്റ് ഗവർണർ നേരിട്ട് ഡീൽ ചെയ്യുന്ന സബ്ജക്ട്സാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ഡൽഹി ഗവൺമെൻറ്, ഇലക്റ്റഡ് ഗവൺമെൻറ്റിന് പവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ വാസ്റ്റായിട്ടുള്ള പവേഴ്സ് ലഫ്റ്റനൻറ്റ് ഗവർണർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, മുമ്പോട്ട് ഈ റിലേഷൻഷിപ്പ് നന്നായി പോയില്ലെങ്കിൽ അത് ഗവർണൻസിനെ ഭയങ്കരമായ വീക്കൻ ചെയ്യുമെന്ന് പറയുന്നു. ഇപ്പോൾ ദ ഇമ്പാക്ട് ഇൻ ദ ഗവർണൻസ് ഇൻ ദ നാഷണൽ ക്യാപിറ്റൽ, ദ ഹൈറ്റൻഡ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ AAP ആൻഡ് BJP ഹാസ് വേഴ്സൺ ദ സിറ്റുവേഷൻ. അപ്പോൾ ഇതിൽ മറ്റൊരു ഫാക്ടറും കൂടെ പ്ലേ ചെയ്യുന്നത് എന്താണ്? BJP, പിന്നെ സെൻട്രലിൽ BJP ആണ്, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ ആം ആദ്മി പാർട്ടിയാണ്. അപ്പം ഇതൊരു ആക്ച്വലി ഒരു സെറ്റ് ബാക്ക് പോലെ BJP കാണുന്നതുകൊണ്ട് വളരെ എന്താ പറയുക, മസിൽ പവർ പൊളിറ്റിക്സ് അവിടെ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ലഫ്റ്റനൻറ്റ് ഗവർണറിനെ ആക്ച്വലി ഒരു ഏജൻറ്റ് പോലെ ആക്കിയിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നും ഒരു വിലയിരുത്തൽ ഇതിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി ആയിട്ടുള്ള ലഫ്റ്റനൻറ്റ് ഗവർണറും അതുപോലെ തന്നെ ഇലക്റ്റഡ് ഗവൺമെൻറ് മുന്നോട്ട് പോയില്ലെങ്കിൽ ഗവർണൻസ് തീർച്ചയായും സഫർ ചെയ്യും. അത് ക്വാളിറ്റി ഓഫ് ഗവർണൻസിനെ ബാധിക്കും എന്നുള്ളത് സംശയമില്ല.